പ്രശസ്തയായ റോണ്ട ബേൺ എഴുതിയ രഹസ്യം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: രഹസ്യത്തിൻ്റെയും ആകർഷണ നിയമത്തിൻ്റെയും പ്രവർത്തനം വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം. ഒരുപാട് ധനം സമ്പാദിക്കുകയും പിന്നീട് അതെല്ലാം നഷ്ടപ്പെടുകയും ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടും അളവറ്റ ധനം തിരികെ സമ്പാദിക്കുകയും ചെയ്ത ചിലരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിലെ പ്രബല ചിന്ത എന്നത് ധനം മാത്രമായിരുന്നു. അതിനാലാണ് അവർ ആദ്യം ധാരാളം ധനം നേടിയത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഭയം കടന്നുകൂടി, ഈ ധനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. ക്രമേണ ആ ഭയം അവരുടെ മനസ്സിലെ പ്രബല ചിന്തയായി. അങ്ങനെ അവരുടെ ചിന്തകളിലൂടെ ധനം അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, സമ്പത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ സമ്പാദിക്കണം എന്ന ചിന്ത വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും ധനം അവരിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ നിയമം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. അത് എന്ത് തന്നെ ആയിരുന്നാലും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവി.